ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു വെടിയൊച്ച കേട്ടാൽ നാളെ രാവിലെ തന്നെ നമ്മൾ പെട്രോൾ പമ്പുകളിൽ അതിന്റെ വില കൂടും. ഇറാനെയും ഇസ്രായേലിനെയും പോലെയുള്ള രാജ്യങ്ങൾ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യക്കാരായ നമ്മുടെ നെഞ്ചിലാണ് ആദ്യം ഉണ്ടാകുന്നത്. കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ വരുന്ന ഇന്ധനത്തിന്റെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്നായതുകൊണ്ടാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇന്ത്യക്കാരൻ ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ഈ പെട്രോൾ വില എന്നെങ്കിലും ഒന്ന് കുറയുമോ സാറേ എന്നുള്ളതാണ്. എന്നാൽ അതിനുള്ള ഉത്തരം നമ്മുടെ സ്വന്തം മണ്ണിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അതും ഒന്നും രണ്ടും ഒന്നുമല്ല, 8 വർഷങ്ങളായി ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന 24 കോടി ബാരൽ വരുന്ന ഭീമൻ ക്രൂഡ് ഓയിൽ ശേഖരം ഒടുവിൽ കുഴിച്ചെടുക്കുവാൻ പോവുകയാണ്. ചുവപ്പ് നാടകളിൽ കുരുങ്ങി 8 വർഷം മണ്ണിൽ ഒളിഞ്ഞു കിടന്ന ഭാരതത്തിന്റെ സ്വന്തം നിധി നമ്മുടെ ഭാവി ഇത് മാറ്റിമറിക്കുമോ? ഇന്ധനവില കുറയ്ക്കുമോ? ഒട്ടും സമയം പാഴാക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. ബംഗാൾ നദീതടങ്ങളിലെ പര്യവേഷണങ്ങളാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ തുടക്കവും ആധാരവും. പശ്ചിമ ബംഗാളിലെ ഗംഗ, ബ്രഹ്മപുത്ര നദീതടങ്ങൾ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു സ്രോതസ്സായിരിക്കാമെന്ന് ഭൗമശാസ്ത്രജ്ഞർ പണ്ടേ ഊഹിച്ചിരുന്നു. 1950-കൾ മുതലേ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ONGC ഈ മേഖലയിൽ പഠനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ അവർ പലപ്പോഴായി പരീക്ഷണ ഭാഗമായിട്ടുള്ള കിണറുകളൊക്കെ കുഴിച്ചെങ്കിലും തുടക്കത്തിൽ നിരാശയൊക്കെ ആയിരുന്നു ഫലം. ഒന്നിനു പിറകെ ഒന്നായി പരാജയങ്ങളൊക്കെ നേരിട്ടിട്ടും ONGCയിലെ ശാസ്ത്രജ്ഞർ ബംഗാൾ ബേസിനെ പൂർണ്ണമായി കൈവിട്ടില്ല. വർഷങ്ങൾ നീണ്ട ഡേറ്റാ വിശകലനങ്ങൾക്കും അതേപോലെ ആധുനിക 3D ഡിസ്മിക് സർവേകൾക്കും ശേഷം കൊൽക്കത്തയിൽ നിന്നും ഏകദേശം 48 കിലോമീറ്റർ അകലെയുള്ള നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ അശോക് നഗർ ബൈപ്പാസിന് സമീപം എണ്ണയുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക ഘടന ONGC കണ്ടെത്തിയുണ്ടായി. 2017ഓടെ ഇവിടെ അത്യാധുനികമായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കിണർ കുഴിക്കുന്ന പരിപാടികൾ തുടങ്ങി. 2018 ഓഗസ്റ്റിൽ ഏകദേശം 3200 മീറ്റർ താഴ്ചയിലേക്ക് ഖനനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞർ കാത്തിരുന്ന ആ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ഭൂമിക്കടിയിലെ മണൽക്കല്ലുകൾക്കിടയിൽ നിന്ന് ഉയർന്ന സമ്മർദ്ദത്തോടെ ക്രൂഡ് ഓയിൽ മുകളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുകയാണ്. കേവലം ഒരു ചെറിയ എണ്ണപ്പാടമല്ല ഇത് എന്ന് പരീക്ഷണത്തിലൂടെ തെളിഞ്ഞു. ഭൂമിക്കടിയിലെ വിശാലമായ പാളികളിലായി ഏകദേശം 24 കോടിയിലധികം ബാരൽ ഉയർന്ന ഗുണനിലവാരമുള്ള എണ്ണയും വൻതോതിലുള്ള പ്രകൃതിവാതവും സംഭരിക്കപ്പെട്ടതായി കണക്കാക്കുന്നു. അശോക് നഗറിൽ നിന്ന് കണ്ടെത്തിയ ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മൂല്യമാണുള്ളത്. ശാസ്ത്രീയമായി ഇതിനെ ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് എന്നാണ് വിളിക്കുന്നത്. അതായത് സൾഫറിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ് വളരെ ഒഴുക്കുള്ളതായ എണ്ണയായതിലാണ് ഈ ഒരു പേര് കിട്ടിയതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പെട്രോൾ, ഡീസൽ, എയർക്രാഫ്റ്റ് ഫ്യൂവൽ എന്നിവ നിർമ്മിക്കുവാൻ വളരെ എളുപ്പമാണ് എന്നതാണ് പ്രത്യേകത. ശുദ്ധീകരണ ചിലവ് വളരെ കുറവാണെന്നത് മറ്റൊരു പ്രധാന പ്രത്യേകത. അപ്പോൾ കണ്ടെത്തൽ നടന്ന് 2 വർഷത്തെ പരീക്ഷണ ഉൽപ്പാദനത്തിന് ശേഷം 2020 ഡിസംബർ 20-ന് അന്നത്തെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അശോക് നഗറിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചു. അവിടെ നിന്നും പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച ആദ്യഘട്ട ക്രൂഡ് ഓയിൽ ലോറികളിൽ ഹാൽദിയയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ റിഫൈനറികളിലേക്ക് ശുദ്ധീകരണത്തിനായി അയക്കുകയും ചെയ്തു. അപ്പോൾ ഇതോടെ അസം, ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന 8ാമത്തെ സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറി. 2018-ൽ കണ്ടെത്തി 2020-ൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുവെങ്കിലും 2026 വരെ ഈ പദ്ധതിക്ക് വേഗത കൈവന്നില്ല. വിചാരിച്ചത്ര വേഗതയില്ല. ശരിക്കും എണ്ണയുണ്ടായിട്ടും 8 വർഷം എന്തു സംഭവിച്ചു? ഈ എണ്ണപ്പാടം ഒന്ന് വികസിപ്പിച്ചെടുക്കാൻ ഭൂമി കൂടുതൽ അത്യാവശ്യമായിരുന്നു. എന്നാൽ കനത്ത ജനസാന്ദ്രതയുള്ള പ്രദേശമായതിനാൽ കൃഷിഭൂമിയും വീടുകളും നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ പ്രാദേശിക ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചതും പശ്ചിമ ബംഗാളിലെ അന്നത്തെ ഭരണകൂടവും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടന്നതിനാൽ ONGCക്ക് ആവശ്യമായ അനുമതികൾ കൃത്യസമയത്തിൽ ലഭിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രവുമായി നേരിട്ട് ചർച്ചകളൊക്കെ നടത്തി കർഷകർക്ക് മികച്ച നഷ്ടപരിഹാരവും ജോലിയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ വമ്പൻ നിധി പൂർണ്ണ തോതിൽ പുറത്തെടുക്കുവാൻ രാജ്യം സജ്ജമായിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ഊർജ സ്വാശ്രയത്വത്തിലേക്കുള്ള യാത്രയിൽ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തേണ്ട ഒരു അധ്യായമാണ് അശോക് നഗറിലേത് എന്ന് തന്നെ നമുക്കിപ്പോൾ വിശ്വസിക്കാം. ഒരു വശത്ത് വികസനത്തിന് പിന്നിലെ രാഷ്ട്രീയ ഇച്ഛാശക്തിയായി തന്നെ ഇതിനെ കാണുമ്പോൾ, മറുവശത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഇത്രയും കാലം വൈകിപ്പിച്ചതാണോ എന്നൊരു ചോദ്യവും വരുന്നുണ്ട്. കേന്ദ്രത്തിൽ ഒരു പാർട്ടിയും സംസ്ഥാനത്ത് മറ്റൊരു പാർട്ടിയും ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ വൻകിട പദ്ധതികളിൽ ഉണ്ടാകാറുള്ള ആ ഒരു ഫെഡറൽ തർക്കങ്ങളുടെയും
പ്രാദേശികപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ നമുക്കൊന്ന് നിരീക്ഷിക്കാൻ ശ്രമിക്കാം. ഒരു സംസ്ഥാനത്ത് കേന്ദ്രം ഭരിക്കുന്ന അതേ പാർട്ടി തന്നെ അധികാരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഡബിൾ എൻജിൻ സർക്കാർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. ചില ഭരണപരമായിട്ടുള്ള എളുപ്പങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിലൂടെ ഉണ്ടാകാറുണ്ട് എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ONGCയും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവുമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കുക. സംസ്ഥാന ഭരണകൂടം കേന്ദ്രവുമായി ഒരേ ആശയവിനിമയം നടത്തുമ്പോൾ ബ്യൂറോക്രാറ്റിക് ഡിലേയ്സ് സ്വാഭാവികമായിട്ടും കുറയും. നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി മുൻപ് തൃണമൂൽ കോൺഗ്രസിലും പിന്നീട് BJPയിലും പ്രവർത്തിച്ച ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബംഗാളിലെ പ്രാദേശിക രാഷ്ട്രീയവും കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പ്രവർത്തന ശൈലിയും ഒരേപോലെ അറിയാവുന്ന ആളാണ്. ഇത് കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ വേഗത്തിലാക്കുവാൻ സഹായിക്കുന്നു എന്നതാണ് പ്രധാന വസ്തുത. മമതാ ബാനർജിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ പദ്ധതി നടപ്പിലായാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനും BJPക്കും ലഭിക്കുമെന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. സമാനമായി പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പാക്കേജുകളോ അല്ലെങ്കിൽ പ്രത്യേക അനുമതികളോ ഒക്കെ നൽകാൻ കേന്ദ്രവും പലപ്പോഴും മടി കാണിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുത. ടാറ്റയുടെ സിംഗൂർ പ്രശ്നം പോലെയുള്ള പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ ഭൂമി ഏറ്റെടുക്കൽ അവിടെ എപ്പോഴും ഭരണമാറ്റങ്ങൾക്ക് വരെ കാരണമാകുന്ന വലിയ രാഷ്ട്രീയ ആയുധം തന്നെയാണ്. കർഷകരുടെ പ്രതിഷേധങ്ങളെ മുൻ ഭരണകൂടം രാഷ്ട്രീയമായി ഭയന്നിരുന്നു. എന്നാൽ പുതിയ സർക്കാരൊക്കെ വന്നതോടുകൂടി ഈ ഒരു പ്രതിരോധം സ്വാഭാവികമായി ഇല്ലാതെയായി. എന്നാൽ കേവലം പാർട്ടി രാഷ്ട്രീയം മാത്രമല്ല ഈ പദ്ധതി വൈകാൻ കാരണം എന്നുകൂടി മനസ്സിലാക്കുക. അശോക് നഗർ സ്ഥിതി ചെയ്യുന്ന നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ ഒരു മേഖല ജനസാന്ദ്രതയേറിയതും കൃഷിക്ക് അനുയോജ്യമായതുമായ ഭൂമിയാണ്. കർഷകരെ അവരുടെ മണ്ണിൽ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടൊരു എണ്ണപ്പാടം നിർമ്മിക്കുക എന്നത് ഏതൊരു സർക്കാർ ഭരിച്ചാലും വലിയൊരു വെല്ലുവിളി നിറഞ്ഞ സംഗതിയാണ്. കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചും മുൻപ് കൃത്യമായ ഒരു ഫോർമുല ഉണ്ടാക്കാൻ കേന്ദ്രത്തിനും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കർഷകർക്ക് വാഗ്ദാനങ്ങൾ നൽകാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ദേശീയ താല്പര്യമുള്ള ഒരു പദ്ധതി സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുൻ ഭരണകൂടം വൈകിപ്പിച്ചു എന്നുള്ളതും കേന്ദ്രത്തിന് താല്പര്യമുള്ള ഒരു പാർട്ടി വരുന്നത് വരെ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ടിങ്ങും വേഗതയും കേന്ദ്രം നൽകിയില്ല എന്നതും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും 8 വർഷത്തെ രാഷ്ട്രീയ കളികൾക്കൊടുവിൽ രാജ്യാന്തര തലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ സ്വന്തം മണ്ണിലെ എണ്ണ പുറത്തെടുക്കാൻ ഇപ്പോഴെങ്കിലും തീരുമാനിച്ചത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും എന്നൊരു ആത്മവിശ്വാസം കൂടി ഇതിലൂടെ ഊരിതിരിഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. ദശാബ്ദങ്ങളായി വ്യാവസായിക മുരടിപ്പ് നേരിടുന്ന പശ്ചിമ ബംഗാളിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബൂസ്റ്റർ ഡോസ് ആയേക്കാം ഒരുപക്ഷെ ഈ അശോക് നഗർ ക്രൂഡ് ഓയിൽ പ്രോജക്റ്റ് എന്ന് പറയാം. ഇതിനോടനുബന്ധിച്ച് ഒരു ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുവാൻ കൂടി സാധിക്കുമെന്ന് മനസ്സിലാക്കുക. എണ്ണ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉപോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന പ്ലാസ്റ്റിക് വ്യവസായങ്ങൾ, കെമിക്കൽ പ്ലാന്റുകൾ, ഫെർട്ടിലൈസേഴ്സ് കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾ എന്നിവ വലിയ തോതിൽ ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തപ്പെടും. ഹാൽദിയ പോലെയുള്ള ബംഗാളിലെ നിലവിലെ ഇന്ധന ശുദ്ധീകരണശാലകളുടെ ശേഷി ഇരട്ടിയാകും. ഖനനം, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ലോജിസ്റ്റിക്സ് എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ വൻ തൊഴിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കുവാനായിട്ട് ഒരുപക്ഷെ ഈ പദ്ധതിയിലൂടെ സാധിച്ചേക്കുമെന്ന് പറയുന്നു. ഇതിനു പുറമെ പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനം ഒഴുകിയെത്തുവാനും ഈ ഒരു പ്രോജക്റ്റ് സഹായകരമാകും. ഇനി ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ മണ്ണിൽ നിന്ന് എണ്ണ എടുക്കുമ്പോൾ പെട്രോളിൻ്റെ വില കുറയുമോ? സത്യസന്ധമായി പറഞ്ഞാൽ പെട്ടെന്ന് ഒരു മാജിക് ഫിഗർ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ONGC നേരിട്ട് എണ്ണ ഉൽപ്പാദിപ്പിച്ചാലും നാളെ രാവിലെ പെട്രോൾ പമ്പുകളിൽ അതിൻ്റെ വില പകുതിയായി കുറയാൻ പോകുന്നില്ല എന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ ഇന്ധനവില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം തങ്ങളുടെ ആഭ്യന്തര വിപണിയിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിച്ചാലും ആ എണ്ണയ്ക്ക് ഈ അന്താരാഷ്ട്ര വിപണിയിലെ അതേ വില തന്നെയാണ് ഈടാക്കുക. അതായത് ONGC ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോ ഭാരത് പെട്രോളിയത്തിനോ വിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റ് നിരക്കിലാണ് എന്നുള്ളതാണ്. അതുപോലെ പശ്ചിമ ബംഗാളിലെ അശോക് നഗറിൽ കണ്ടെത്തിയ 24 crore ബാരൽ എന്നത് വളരെ വലിയൊരു സംഖ്യയും നമുക്കൊക്കെ തോന്നിയേക്കാം. എന്നാൽ ഇന്ത്യയുടെ പ്രതിദിന ഇന്ധന ഉപയോഗവുമായി നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇത് വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 85%-ലധികം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണപ്പാടം കൊണ്ട് മാത്രം ഇന്ത്യയുടെ മൊത്തം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ പെട്രോൾ പമ്പിൽ നൽകുന്ന തുകയുടെ വലിയ ഒരു ശതമാനവും ക്രൂഡ് ഓയിലിൻ്റെ വിലയല്ല,
മറിച്ച് കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന വാറ്റുമാണ് എന്ന് മനസ്സിലാക്കുക. ആഭ്യന്തരമായി എണ്ണ ഉൽപ്പാദിപ്പിച്ചാലും സർക്കാരുടെ നികുതി കുറയ്ക്കാത്ത പക്ഷം വിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. നേരിട്ട് വില കുറഞ്ഞില്ല എന്നുണ്ടെങ്കിലും സ്വന്തം മണ്ണിൽ നിന്ന് എണ്ണ ഖനനം ചെയ്യുന്നത് വഴി സാധാരണക്കാരൻ്റെ ജീവിതത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന ചില പരോക്ഷപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. അതായത് വിദേശത്ത് നിന്ന് എണ്ണ വാങ്ങുവാൻ കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യ ഓരോ വർഷവും ചെലവാക്കുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം കൂടുന്നതോടെ ഈ ഇറക്കുമതി ചിലവ് കുറയും. അപ്പോൾ ഇത് ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയുവാനൊക്കെ സഹായിക്കും. രൂപ ശക്തമാകുമ്പോൾ രാജ്യത്തെ മൊത്തം വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സാധിക്കും. വിദേശത്തേക്ക് ഒഴുകുന്ന പണം രാജ്യത്ത് തന്നെ ശേഷിക്കുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക ഭാരം കുറയും. ഇത് ഭാവിയിൽ പെട്രോൾ ഡീസൽ നികുതി കുറച്ചുകൊണ്ട് സാധാരണക്കാരന് ആശ്വാസം നൽകാൻ സർക്കാരിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു മാർഗമായി സ്വീകരിക്കാനും സാധിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കാതെ രാജ്യത്തെ വണ്ടികൾ ഓടിക്കാൻ ഇത്തരം സ്വന്തം എണ്ണക്കിണറുകൾ ഒരു വലിയ ലൈഫ് ജാക്കറ്റായി പ്രവർത്തിക്കുമെന്നൊരു യാഥാർത്ഥ്യം കൂടി ഇതിനുള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. 8 വർഷത്തെ കാലതാമസം വലിയൊരു നഷ്ടം തന്നെയാണ്, സത്യമാണ്. എങ്കിലും വൈകിയെത്തിയ ഭാരതത്തിൻ്റെ സ്വന്തം മണ്ണിലെ ഈ കറുത്ത പൊന്ന് രാജ്യ പുരോഗതിക്കായി ഉപയോഗിക്കാൻ പുതിയ ഭരണകൂടം കാണിക്കുന്ന താല്പര്യം പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്താലും നേരിട്ട് വില കുറയില്ല എന്ന സാമ്പത്തിക യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും വിദേശ രാജ്യങ്ങളുടെ ഔദാര്യത്തിന് നിൽക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ ഈ ഒരു ശ്രമം ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്ന ഒന്ന് തന്നെയാണ്. സുരക്ഷിതത്വവും സുസ്ഥിരവുമായ ഒരു സാമ്പത്തിക ഭാവിക്കായുള്ള വലിയൊരു അടിത്തറയാണ് ഇവിടെ ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്രകാരം ഇന്ധനവില കുറച്ച് സാധാരണക്കാരന് നേരിട്ട് ആശ്വാസം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഇളവുകൾ നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ദേശതാൽപര്യം മുൻനിർത്തി ഇത്തരം പദ്ധതികൾ ഇനിയെങ്കിലും ചുവപ്പ് നാടകളിൽ കുരുങ്ങാതെ വേഗത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാൻ തീർച്ചയായും മറക്കാതിരിക്കുക. അപ്പോൾ ഇതേപോലുള്ള നിഷ്പക്ഷമായും ആഴത്തിലുള്ളതുമായിട്ടുള്ള വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് നൽകുക. സോ കീപ് വാച്ചിങ് ഓൾ വീഡിയോസ്. See you next time in another video. Bye bye.